മത്തങ്ങ പുളിങ്കറി ഉണ്ടാക്കുക. അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു 1/4 ഭാഗം മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കും. 3 പച്ചമുളക്, 3-4 ചെറിയ കഷ്ണം വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി, 3-4 വറ്റൽമുളക്, കറിവേപ്പില. ആദ്യം ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിടാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. ചെറുതായിട്ടൊരു കളർ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ആവണം. ഇതിലേക്ക് 3 പച്ചമുളക് ചേർക്കാം. മത്തങ്ങ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ബ്രൗൺ ആയതിനു ശേഷം ഇതിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം അടച്ചു വയ്ക്കാം. മത്തങ്ങ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയതിനു ശേഷം മത്തങ്ങ ഇതിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടച്ചു വയ്ക്കുക. അത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വേവാനായിട്ട് കുറച്ച് സമയം അടച്ചു വയ്ക്കാം. മത്തങ്ങയുടെ പച്ചച്ചുവയൊക്കെ മാറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ആ മസാലയുടെ ആ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം പുളിവെള്ളവും കുറച്ച് ഉപ്പും കൂടെ വീണ്ടും ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടത് തിളച്ച് വരണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്തത്. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചച്ചുവ മാറിയതിന് ശേഷം ഇതിലേക്ക് പുളിവെള്ളവും ഉപ്പും കുറച്ച് വെള്ളം ആവശ്യത്തിന്. ഇത് വഴറ്റുന്ന സമയത്ത് തന്നെ അടുത്ത അടുപ്പിൽ ഒരു 3 ഗ്ലാസോളം വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്.